എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. പിറന്ന മണ്ണിൽ സമാധാനത്തോടെ അന്തിയുറങ്ങാനോ ജീവിക്കുവാനോ കഴിയുന്നില്ലെന്ന് മൂത്തേടം ഉച്ചക്കുളം നഗറിലെ ആദിവാസി സ്ത്രീകളുടെ പരാതി. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തെ നേരിൽ കാണുവാനും ആശ്വസിപ്പിക്കാനുമായി ഉച്ചക്കുളം നഗറിലെത്തിയ പ്രിയങ്ക ഗാന്ധി എംപിക്ക് മുന്നിലാണ് ആദിവാസി സ്ത്രീകൾ ജീവിത ദുരിതത്തിന്റെ ഭാണ്ഡക്കെട്ടഴിച്ചത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. കാട്ടിൽ നിന്ന് കാട്ടാനകൾ ഉച്ചക്കുളം നഗറിലെ വീടുകളിലേക്ക് കയറി വരികയാണ്. കോളനിക്ക് ചുറ്റും സംരക്ഷണത്തിനായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിത ട്രെഞ്ചുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഇതിലൂടെയാണ് ആനകളെത്തുന്നത്. സരോജിനിയെ ആന കൊന്നതിനു ശേഷം ഈ ഭാഗത്ത് ആനശല്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ആനകൾ പരിസരം വിട്ടുപോകാത്തതിനാൽ ഇവിടെയുള്ളവർക്ക് പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചിലർ പണിക്ക് പോയെങ്കിലും ആന ആട്ടിയതിനാൽ ഇപ്പോൾ കാട്ടിലേക്ക് പോകാൻ പേടിയാണെന്നും ആടിനെയും പോത്തിനെയും തീറ്റാൻ പോലും ഇപ്പോൾ ആരും കാട്ടിലേക്ക് പോകാറില്ലെന്നും നഗറിനകത്തുകൂടെയാണ് ഇവയെ തീറ്റുന്നതെന്നും ഇവർ എംപിയോട് പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഫ്രഞ്ച് മതിലുമാണ്. ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. കുട്ടികളെ മക്കളെ കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കണം. ഇത് ഇപ്പോഴുള്ള ട്രെഞ്ച് നന്നാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടില്ലേ? അത് നന്നാക്കിയത് അല്ല, മണ്ണ് മാന്തി കഴിഞ്ഞാൽ മണ്ണ് മാന്തിയിട്ട് ട്രെഞ്ചിന്റെ അവിടെ ഒരു ഫെൻസിംഗ്. ആനക്കൂട്ടം ഇപ്പോഴും സംഭവം നടന്ന സ്ഥലത്ത് തന്നെ തുടരുകയാണെന്നും ഇപ്പോൾ രാത്രിയിൽ നഗറിനകത്തേക്ക് ആന വരുന്നതിനാൽ രാത്രിയിൽ സ്വൈര്യമായി ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും വനവിഭവ ശേഖരണത്തിന് പോകാൻ കഴിയാത്തതിനാൽ നഗരിലുള്ളവർ പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും റേഷൻ വാങ്ങാൻ പോകാൻ പോലും പേടിയാണെന്നും ഇവർ പറയുന്നു. നഗറിന് ചുറ്റും കരിങ്കൽ മതിൽ കെട്ടി സംരക്ഷിക്കണം. അതിനായില്ലെങ്കിൽ ചുറ്റുമുള്ള തകർന്നു കിടക്കുന്ന ട്രഞ്ച് നന്നാക്കി നഗറിനകത്തേക്ക് ആന കയറുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും വനപാതയ്ക്കരികിലെ കാട് വെട്ടിയത് കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും വഴിയിൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ഇവർ പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.